മടക്ക യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തുള്ളൊരു മാർക്കറ്റ് പോയി. അവിടെ നിറയെ ഉണക്കമീനുകളായിരുന്നു, വിധത്തിലും തരത്തിലും കളറിലും എന്ന് പറയപ്പെടുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് ഉണക്ക മാന്തളും പിന്നെ ഉണക്ക പൊടിക്കൊഴുവിയും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഐസ്ക്രീം ലാൻഡ് ഉണ്ട്, ഐസ്ക്രീം പാർക്ക്, അവിടെ പോയി. അവിടെ ആർക്കും അകത്ത് കയറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തിരുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. പുറത്തിരുന്ന് വീഡിയോസ് എടുത്തപ്പോൾ പിന്നെ ഞാനിവിടെ ഓൾറെഡി പോയിട്ടുള്ളതാണ്, ടുട്ടുവിൻ്റെയും ആരുഷിൻ്റെയും ഫാമിലിയുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഇന്നെടുത്ത് തന്നെയാണ്, പക്ഷേ വേറെ പല വീഡിയോസും നമ്മൾ പഴയ വീഡിയോസായിട്ട് ആഡ് ചെയ്യും. അവിടെ ഒരു കഫേയും പാർലറും ഉണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് കുറച്ച് പേര് കഫേയിൽ കയറി എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്തു, ഡ്രിങ്ക്സ്, ജ്യൂസ്, കാപ്പിച്ചൂണോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. ഞാനും സിബി മാമും കൂടെ അപ്പുറത്തുള്ള ഐസ്ക്രീം പാർലറിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതിലൊരു ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്ന് പിന്നെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു പരിപാടി. ഇതൊക്കെ അപ്പോൾ പഴയ വീഡിയോസാണ്. ടുട്ടു ആണ് ഇതിൻ്റെ വീഡിയോഗ്രാഫർ. ഇതിനകത്ത് കയറുന്നത് എല്ലാവർക്കും ചൈൽഡിഷായി തോന്നിയത് കൊണ്ടാണ്, ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഐസ്ക്രീമും ഈ പറയുന്ന പോലെ കോഫി ഡ്രിങ്ക്സും അതും ഇതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി. പക്ഷെ നമ്മൾ ഫോട്ടോഷൂട്ട് മുഖ്യം ബിഗിൽ എന്നുള്ള രീതിയിൽ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ പോകുമ്പോൾ നിർത്തിയ സ്ഥലത്ത് തന്നെ ഫുഡിന് നിർത്തി. അവിടെ നിന്ന് മക്ഡൊണാൾഡ്സിൽ നിന്ന് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും മറ്റുമൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സംഭവങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല, പക്ഷേ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് മടക്ക യാത്രയായി. തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നു, സ്കൂളിൽ പോയി. അവിടെ നിന്ന് വീണ്ടും ഒരു ടാക്സി പിടിച്ച് നമ്മൾ വീട്ടിലെത്തി. എന്തായാലും ട്രിപ്പ് വളരെ നന്നായിരുന്നു. കുനോയ്ക്കാണ് താങ്ക് യു പറയേണ്ടത്. താങ്ക് യു സോ മച്ച് കുനോയ് ഫോർ എ വണ്ടർഫുൾ ആൻഡ് അഡ്വഞ്ചറസ് ട്രിപ്പ്.